അടുത്ത ചോദ്യം ഇതാണ്. നീണ്ട മുടിയുള്ള സ്ത്രീകൾ ഷാമ്പു ഇട്ട് കുളിക്കുന്നതാണോ സോപ്പ് ഇട്ട് കുളിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ബാത്റൂമിന്റെ കൊളുത്തിട്ടിട്ട് കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത ചോദ്യം ഇതാണ്. പരശുരാമൻ മഴുവെടുത്ത് എറിഞ്ഞത് എന്തുകൊണ്ട്? പണിക്ക് പോകാൻ മടിയായതുകൊണ്ട്. കാശെടുത്ത് വാങ്ങി മഴയും വലിച്ചെന്ന് ചേട്ടൻ ഉത്തരം പറയല്ലേ? ഞാനിതൊന്നും മറത്തോട്ടെ. നട്ടാൽ പെട്ടെന്ന് പിടിക്കുന്ന ചെടി ഏത്? കഞ്ചാവ്. നട്ടിട്ട് 2 ദിവസമായിട്ടുള്ള അപ്പക്ക് പിടിച്ചു. പോലീസ് എന്തായാലും പിടിച്ചാ പോരെ. ഉത്തരം പറയല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. സതി നിർത്തലാക്കിയത് എന്ന്? കഴിഞ്ഞ ആഴ്ച. എന്റെ ഭാര്യയുടെ അനിയത്തി സതി പ്രസവം നിർത്തിയത് കഴിഞ്ഞ ആഴ്ച. എനിക്കറിയണം, എനിക്ക് പറയാൻ പറ്റുള്ളൂ. മാറ്റി വെക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ചുകൾക്ക് ഉത്തരം പറയുക, സമ്മാനം നേടുക. ലവ് മാരേജും അറേഞ്ച്മെന്റ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ലവ് മാരേജും അറേഞ്ച്മെന്റ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വയം ഒരു കുഴിയിലെടുത്തിട്ടാണ് ലവ് മാരേജ്. അടുത്ത ചോദ്യം ഇതാണ്. നീണ്ട മുടിയുള്ള സ്ത്രീകൾ ഷാമ്പു ഇട്ട് കുളിക്കുന്നതാണോ സോപ്പ് ഇട്ട് കുളിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ബാത്റൂമിന്റെ കൊളുത്തിട്ടിട്ട് കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല പിന്നെ ഷാമ്പു വേണോ സോപ്പ് വേണോ എന്നൊക്കെ ആദ്യം കൊളുത്തിലേ ചേട്ടൻ അലമ്പുണ്ടാക്കല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ചുകൾക്ക് ഉത്തരം പറയുക. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ വിധവ എന്ന് വിളിക്കുന്നു. എങ്കിൽ ഭാര്യ മരിച്ച ഭർത്താവിനെ നമ്മൾ എന്ത് വിളിക്കും? ഭാഗ്യവാൻ. ചേട്ടന്മാർ ആരെങ്കിലും ഒന്ന് ആളെ പിടിച്ചു കിട്ടും. ഞാൻ അടുത്ത 2 ചോദ്യം കൂടി ഉള്ളൂ. ദഹന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ അറിവുണ്ടാവണം, വിവരണ്ടാവണം, വിവേചനം, എത്ര ബോധങ്ങളും പറയുന്നത്. ചക്രം വരുന്നത് ചേട്ടാ, ദഹനപ്രക്രിയ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ദഹനപ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കുഴച്ച് വായിലാക്കി ചവച്ചരച്ച് അത് അന്നനാളത്തിലോട്ട് വന്ന് ആമാശയത്തിലെത്തി പൻകുളം ചെറുകിട. നീ താമരശ്ശേരി ചൊറ മെല്ലെ മെല്ലെ വേണ്ട ഒറ്റ വാക്കിൽ ഞാൻ ഫിനിഷ് ചെയ്തത് ദഹനപ്രക്രിയ അല്ലേ? ലിസൺ ടു എവരിബഡി. വലത് കൈകൊണ്ട് തുടങ്ങി ഇടത് കൈകൊണ്ട് അവസാനിപ്പിക്കുന്ന പരിപാടിയല്ലേ ദഹന പ്രക്രിയ? വൃത്തിയാണോ പറയുന്നത്? എന്ത് വൃത്തിയാണോ പറയുന്നത്? ഇത്ര അമ്മമാർക്ക് വേണ്ടി പറയാൻ പറ്റുന്ന വാക്കാണോ നമ്മളിത്? നിങ്ങൾ ഉത്തരവാദിത്തമുണ്ട്. ആളെ പിടിച്ചേക്കും, ആളെ പിടിച്ചേക്കോ, അവസാനം പിടിച്ചേക്കും ആളുണ്ടോ? പ്രേക്ഷകരെ ഇനി അദ്ദേഹം കയറി ഉത്തരം പറയില്ല. പ്രേക്ഷകരെ നിങ്ങൾ കയറി ഉത്തരം പറയാം. എന്റെ ലാസ്റ്റ് ചോദ്യമാണ്. ഓക്കെ, ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇവിടെ എങ്ങോട്ടാ പോണത്? ഇനി അദ്ദേഹം കയറി ഉത്തരം പറയില്ല. പ്രേക്ഷകരെ നിങ്ങൾ കയറി ഉത്തരം പറയണം. എന്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. ഓക്കെ, അവിടെ നിന്ന് പിടിച്ച ബോള് കളിക്കുന്നു. പ്രിയമുള്ളവരെ, എന്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. ഒരിക്കലും വാടാത്ത ഇല ഏതാണ്? ബലിമുട്ടിക്കരുത്, ഇന്ന കുത്തി കൊഞ്ഞോ ആ ചക്കന്റെ പേരോട് അയ്യോ ചേട്ടന്മാരെ തല്ലി പോകണ്ടുള്ളൂ. നീ രണ്ടും കൂടെ വേണ്ട കൂടെ തിന്നു. നീ ഇത്ര വലിയ കുസ്മാസ്റ്റർ എന്റെ പ്രിയപ്പെട്ട മനസ്സിലായ പോലെ നീ നടത്തിയില്ലേ? ഇനി എന്റെ പ്രിയപ്പെട്ടവരെ ചോദ്യത്തിന്റെ പ്രത്യേകം ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം യെസ് ഓർ നോ. യെസ് ഓർ നോ, ഒന്നുകിൽ യെസ് അല്ലെ നോ എന്ന് ഉത്തരം ഞാൻ പറയാം. ഓക്കെ, ചേട്ടാ ഞാൻ ബ്രില്യന്റ് ആണ്. നിനക്ക് ഭ്രാന്താണെന്ന് നിന്റെ വീട്ടുകാർക്ക് അറിയാമോ? യെസ് ഓർ നോ. ചേട്ടന് ശബ്ദം കേട്ട നല്ല പാടാൻ കഴിവുള്ള ആളാന്ന് തോന്നുന്നു. ഞാനോ?
സൗണ്ട്. ഞാനോ നിങ്ങളൊന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒറ്റ ചോദ്യം കൂടി നന്നായി മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം. നീ കോംപ്രമൈസ് ആയി നീ അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല. ഒറ്റ തലമണ്ടാ നീ അറിഞ്ഞ മേലമാനത്തിന്റെ കരോക്കെ ഉള്ളത്. കരോക്കെ പാട്ട് പാടാനുണ്ട്. ഒറ്റ പാട്ട് പാടിയ സ്ഥലം കിട്ടും. ഓക്കെ, റെഡി, പിടിച്ചോ. റെഡി റെഡി. നീ അറിഞ്ഞു ഇങ്ങനെ മാനത്തിൽ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞു ഇങ്ങനെ മാനത്തിൽ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്.